ഇനി തിരുവനന്തപുരത്തേക്ക് ഷെഫീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുകയാണ്. കേരളത്തിലെ അടുത്ത മണിക്കൂറുകളിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ഷെഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ഷെഫീദ്. ഒരു കാലത്ത് മഴയെയും അതുപോലെ തന്നെ വെള്ളത്തെയും ഒക്കെ സ്നേഹിച്ച മലയാളിക്ക് മഴയെന്ന് കേട്ടാൽ ഭീതി വന്നു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് സംസ്ഥാനത്ത് കാലാവസ്ഥ മുന്നറിയിപ്പ് അനുസരിച്ച് എന്തൊക്കെയാണ് മഴയുടെ സാധ്യതകൾ, മഴക്കെടുതികളെക്കുറിച്ച് സംസ്ഥാന സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരിതപ്പെയ്ത്താണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളത് കാണുകയാണ്. കാലവർഷവും ഉടനെത്തും. അതോടുകൂടി സംസ്ഥാനത്തെ സാഹചര്യം, ഈ ദുരിതം അത് വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അത്രത്തോളം നമ്മൾ അനുഭവിച്ചു. അത് പ്രത്യേകിച്ച് തിരുവനന്തപുരം, എറണാകുളം നഗരങ്ങളിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിലെ കാഴ്ച അത്രത്തോളം ഭീതി നിറയ്ക്കുന്നതായിരുന്നു. ആളുകൾ പെരുവഴിയിൽ പെട്ടുപോകുന്ന അവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. സംസ്ഥാനത്ത് ശക്തമായ മഴ ഇന്നും തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഇക്കാര്യത്തിലെ മുന്നറിയിപ്പ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിൽ മഴ കനത്തേക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. മലയോര മേഖലകളിൽ ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. നാളെ 9 ജില്ലകളിലും ശനി, ഞായർ ദിവസങ്ങളിൽ 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ അക്കാര്യത്തിൽ വലിയ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഇനി SKN കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ച മഴയുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അത് മുൻ ദിവസങ്ങളെക്കാൾ കൂടുകയാണ്. പ്രത്യേകിച്ച് കാലവർഷം തൊട്ടടുത്ത മണിക്കൂറിൽ എത്തുമെന്നുള്ള മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും കാലവർഷം തിമിർത്തു പെയ്യും. ആ സാഹചര്യത്തിൽ മഴ കൂടുതൽ കിട്ടും. താഴ്ന്ന പ്രദേശങ്ങൾ ഒരുപക്ഷെ വെള്ളക്കെട്ടിനടിയിലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ, പ്രത്യേകിച്ച് നഗരമേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ കൂടുതൽ ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കണം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ വാഹനങ്ങൾ മുങ്ങിപ്പോകുന്ന അടക്കം നമ്മൾ കണ്ടതാണ്. അതേസമയം ഈ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ഈ അംഗനവാടി പ്രവേശനോത്സവം അടക്കമുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയും റവന്യൂ വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഷെഫീദ് റാവുത്തർ. ജോസ്ഫിൻ ജോസഫ് പറയുന്നു, പണിയെടുത്ത് പൈസ മൊത്തം പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങുമ്പോഴേക്കും തീർന്നു പോകുന്നു. വിലക്കയറ്റം അതിരൂക്ഷമാണെന്നും ജോസ്ഫിൻ ജോസഫ് അറിയിക്കുന്നു. ഒരുപാട് പ്രേക്ഷകർ യൂട്യൂബിൽ സന്ദേശങ്ങൾ അയക്കുന്നു, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ കർഷകർ ചേറിൽ കൈവെക്കുമ്പോഴാണ് നമ്മൾ ചോറിൽ കൈവെക്കുന്നതൊക്കെ പറയുന്നത്. അറിയേണ്ടവർ അറിയണം എന്നുകൂടി പ്രേക്ഷകർ നമ്മെ ബോധ്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ കാര്യത്തിനൊന്നും ഒരു കലണ്ടർ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ശുചീകരണ പരിപാടികളും ഈ വെള്ളക്കെട്ടുമൊക്കെ ഉണ്ടാകുന്നതിന് മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിന് കേരളം സൂക്ഷിക്കേണ്ട ഒരു കലണ്ടറുണ്ട്. ഈ റോഡുകൾ, സ്മാർട്ട് റോഡുകൾ, സ്മാർട്ട് സിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ ഭാവനാസമ്പന്നമായ കാര്യങ്ങൾ കൊണ്ടുവരികയും അതൊക്കെ പാതി വഴിയിൽ പണി തീരാതെ കിടക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇതിനൊക്കെ ഒരു കലണ്ടർ നമുക്ക് എന്തുകൊണ്ട് നടപ്പാക്കാൻ പറ്റുന്നത്? നമ്മൾ നെതർലാൻഡ്സിലേക്കൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പോയിട്ടും നമ്മൾ നേരെയായിട്ടില്ല. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.